ഇന്ന് നമ്മൾ മാലാറ്റൂർ താഴത്തെ പള്ളിയുടെ അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മുടെ പുതിയ പാലം, പുതിയതല്ല കുറേ നാളായില്ലല്ലോ ഇപ്പോൾ, കോടനാടിൻ്റെ ആ പാലം വഴിയായിട്ട് അങ്ങനെയായിട്ട് നമ്മൾ നടക്കാൻ പോയത്. അതിൻ്റെ ഇടയിലുള്ള ചെറിയ വഴി കണ്ടുപിടിച്ച് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോയി ഇച്ചിരി വിജനമായ വഴിയായിരുന്നു, എന്നാലും പോയി ഒരു ചെറിയൊരു പുഴ, ഒരു അരുവി ആ ഭാഗത്തേക്കിടയ്ക്ക് എത്തി. അവിടെ കുറേ മുളങ്കാടുകളും കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വാഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മണി പ്ലാന്റൊക്കെ ആർത്തുരച്ചാട്ടോ ആ ഭാഗത്തൊക്കെ നിൽക്കുന്നത്. അവിടുന്ന് 2 മണി പ്ലാന്റിൻ്റെ കമ്പൊക്കെ പൊട്ടിച്ചു. തിരിച്ച് തന്നെ ഒരിക്കൽ ചായ കുടിച്ചിട്ടോ അതിൻ്റെ സൈഡിലൊരു പച്ചക്കറിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായി ഇവിടെ വന്നപ്പോൾ തൊട്ട് നോക്കുന്നതാണ് നമ്മുടെ കടച്ചക്ക ഇല്ലേ, അത് സീസൺ അല്ലാന്നും പറഞ്ഞിട്ട് കടയിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കടച്ചക്ക വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു അത്ര മൂത്തിട്ടില്ല, എന്നാലും കൊണ്ടുപോക്കണം പറഞ്ഞു. ഞങ്ങൾക്ക് ഇറച്ചിയും കടച്ചക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടോ. പക്ഷേ ഇത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഒലത്തുണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ ഇന്ന് കടച്ചക്ക ആക്കാമെന്ന്. പക്ഷേ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് തന്നിട്ടോ. പിന്നെ നോക്കിയപ്പോൾ അവിടെ 2 കശുവണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ആ 2 കശുവണ്ടീനെ തീയിൽ രാവിലെ കഞ്ഞി വെച്ചതിൻ്റെ കനൽ കിടപ്പുണ്ടാകുന്ന അടുപ്പത്ത് അതിനകത്ത് ചുമ്മാ ഒന്ന് ചുട്ടെടുത്തൊരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി. പിന്നെ അപ്പോൾ ഞാൻ കോവയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ ബാക്കി ഇരുന്നാണ്. അപ്പോൾ അതിൽ തോരൻ വെച്ച് നമ്മുടെ ഈ കടച്ചക്കയും വെച്ചിട്ടോ. കടച്ചക്ക മെഴുക്കുവരട്ടി വരയ്ക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പണ്ടത്തെ ടേസ്റ്റൊന്നും തോന്നിയില്ല. എന്തായിരിക്കും ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമായിരിക്കും കേട്ടോ. വേണമെങ്കിൽ നമ്മുടെ അവിടെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വയ്ക്കണ പോലെ തോന്നി ഇവിടുത്തെ കടച്ചക്ക വെച്ചപ്പോഴേട്ടോ. പക്ഷേ ചായന് ഇച്ചിരി നൊസ്റ്റാൾജിയ കിട്ടിയെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അതൊക്കെ കൂട്ടിയാണ് ചായ കൂടി ചായ മാറ്റാനുള്ള പരിപാടിയിലാട്ടോ. കാപ്പിപ്പൊടിയും പാലും പഞ്ചസാര. അപ്പോൾ ചായ ചോദിക്കേണ്ട അതിന് മുമ്പ് കാപ്പി എടുത്താൽ പോരെയെന്ന് കേട്ടോ. എൻ്റെ ഇടയിൽ വലിയമ്മച്ചി അവിടെ ഉണ്ടായ ചക്ക ഉരിഞ്ഞു കൊണ്ടുവന്നു കേട്ടോ. അവിടെ എല്ലാവരും കഴിച്ചു. പിന്നെ നമുക്കും കൂടെ ഉള്ള പങ്ക് കൊണ്ടുവന്നാണ്. നല്ല മുതലുള്ള ചക്കയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് അമ്മയുടെ കൂടെ ഒരു അങ്കമാലിയിൽ ക്വിക്ക് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ പ്ലാൻ. അമ്മയ്ക്ക് അങ്ങനെ അധികം ദൂരം ഒന്നും ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്കമാലി വരെ പോയാൽ മതി എന്ന് പറഞ്ഞ്. നമ്മുടെ അങ്കമാലിയിലെ കാലടി റോഡിൽ ഒരു കിരിയാന്തൻസ് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ച് നല്ലായിരുന്നു കേട്ടോ. മാങ്ങക്കറി, അങ്കമാലി മാങ്ങക്കറിയും കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടായിരുന്നു മീൽസിന്. നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വീട്ടിൽ വന്ന് അപ്പൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞാൽ അപ്പൻ അധികം അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്ത് വന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഇവന്മാർക്ക് നാരങ്ങ ഉണ്ടാക്കി കൊടുക്കലാണ് അപ്പൻ്റെ മെയിൻ ഹോബി. ഇവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അപ്പൻ്റെ പാപ്പയുടെ നാരങ്ങ വെള്ളം. അപ്പോൾ വീട്ടിൽ വരുമ്പോഴേ പാപ്പയുടെ നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ മറ്റൊരു തിയേറ്ററിൽ പോയിട്ട് ഒരു മൂവി കണ്ടിട്ട് ചുമ്മാ അമ്മേനെയും കൊണ്ടൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരതനാട്യമായിരുന്നു കേട്ടോ കണ്ടത്. ഞാൻ പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ആയാലും ടി വി ആയാലും എവിടെയെങ്കിലും സിനിമ ഓണാക്കി ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങും കേട്ടോ. അതായത് അമ്മേനെ വീട്ടിലേക്ക് ഞങ്ങൾ നടുവട്ടത്തേക്ക് വന്ന വഴിക്ക് പൂരം മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ബൈക്ക് കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ നിറഞ്ഞ് തോർത്തുകൊണ്ടൊക്കെ തലയിൽ കയറ്റിയിട്ടോ കയറി വന്നത്. വീണ്ടും തട്ടുകട ഉണ്ടെങ്കിൽ ഒരു കപ്പയും പൊട്ടിയും വാങ്ങിക്കാൻ ആഗ്രഹം കേട്ടോ. അതും വാങ്ങിച്ച് പിന്നെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ അവിടെ മഴ പെയ്താലും കുറേ മാങ്ങ വീണെടുപ്പ്